ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു നൽകിയത് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളാണെന്ന് ആന്റണി എം പി. ഇക്കാര്യം SIT കണ്ടെത്തിയല്ലോ എന്നും ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച വീഡിയോയിൽ ആന്റണി പ്രതികരിച്ചു. തനിക്കെതിരെ 2 കോടി രൂപയുടെ തട്ടിപ്പാരോപണം ഉന്നയിച്ച CPM നേതാവ് KP ഉദയഭാനുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആന്റണി വീഡിയോയിൽ പറയുന്നു. കമന്റ് ബോക്സ് ഓഫ് ചെയ്ത ശേഷമാണ് വീഡിയോ പ്രതികരിച്ചിരിക്കുന്നത്. കർണാടകത്തിൽ നിന്നുള്ള നേതാക്കളാണ് അന്ന് പോറ്റിക്ക് ജൻപതിൽ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് എന്നുള്ളത് SIT അന്വേഷണത്തിൽ കണ്ടെത്തുകയും അത് പുറത്തു വരികയും ചെയ്തപ്പോഴാണ് അടുത്ത ആരോപണം പൊടിതട്ടി കൊടുത്തിരുന്നത്. രണ്ടാമത്തെ ആരോപണം ശബരിമല തന്ത്രിയുടെ 2.5 കോടി ഉറുപ്പിക തിരുവല്ലയിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നെന്നും ആ പണം ഞാൻ പിൻവലിച്ചു എന്നുള്ള ആരോപണമാണ്. ശബരിമല തന്ത്രിക്ക് ഈ ധനകാര്യ സ്ഥാപനത്തിൽ 1 ഉറുപ്പികയുടെ പോലും നിക്ഷേപം ഉണ്ടായിരുന്നില്ല എന്നും ഈ തന്ത്രിയെ ജീവിതത്തിൽ ഒരിക്കലും നേരിൽ പോലും കണ്ടിട്ടില്ല എന്ന് ധനകാര്യ സ്ഥാപന ഉടമ വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ ആ ആരോപണവും പൂർണ്ണമായി പൊളിഞ്ഞു. യാതൊരു സത്യസന്ധതയില്ലാതെ ഈ വ്യാജ ആരോപണം ഉന്നയിച്ച ഉദയഭാനുവിനെതിരെ നിയമപരമായ നടപടികളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആന്റണിയുടെ നിയമ നടപടികളെ നേരിടുമെന്ന് CPM സംസ്ഥാന സമിതി അംഗം KP ഉദയഭാനു. എത്ര രൂപ വാങ്ങിയെന്നോ എത്ര രൂപ തിരികെ കൊടുത്തെന്നോ എങ്ങനെ പണം സമാഹരിച്ചെന്നോ ആന്റോ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും ഉദയഭാനു ആരോപിച്ചു. നെടുമ്പറമ്പിൽ പൊട്ടിയപ്പോൾ ആന്റോ നെടുമ്പറമ്പിൽ നിന്ന് 2.5 കോടി രൂപ തന്ത്രിയുടെ പണം വാങ്ങിക്കൊണ്ട് പോയി അങ്ങ് പറഞ്ഞതിനാണ് അതിന് നിയമപരമായി നേരിടും. ശ്രീരാജ് ബാബു ചേരിക്കാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീരാജ്, ഒന്നിനു പുറകെ ഒന്നൊന്നായി ആന്റണി MP വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, ആരോപണങ്ങൾ അങ്ങനെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ വരുന്നൊരു പ്രതികരണമാണ്. അത് കമന്റ് ബോക്സ് ഓഫ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഈ പ്രതികരണം അതിൽ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഏറ്റവും പ്രസക്തി ആർജിക്കുന്നത് മനസ്സിലാക്കുന്നു. അത് തന്നെ പറയുന്നു, കർണാടകയിലെ കോൺഗ്രസ് ആണ് അതിനുള്ള ഉത്തരവാദികൾ എന്ന തരത്തിൽ പറഞ്ഞു വെച്ചുകൊണ്ട് ആന്റണി MP പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം ശ്രീരാജ്? സംഗീത, ആന്റണിക്കെതിരെയും അടൂർ പ്രകാശിനെതിരെയും ആദ്യഘട്ടത്തിൽ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളായിരുന്നു. അതിൽ മറുപടി പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ആന്റണി പങ്കുവെച്ച വീഡിയോ ആരംഭിക്കുന്നത്. സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് നൽകിയത് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആന്റണി ആരംഭിച്ചത്. അത് SIT സംഘം കണ്ടെത്തിയതാണല്ലോ, ആ വാർത്തയെല്ലാം പുറത്തു വന്നതാണല്ലോ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കയറ്റിയതെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് ആന്റണി. അതുപോലെ തന്നെ തനിക്ക് നേരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ, അത് തിരുവല്ലയിലെ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അത്തരം ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞപ്പോഴാണ് പുതിയ ആരോപണങ്ങളുമായി തനിക്ക് നേരെ വരുന്നത്. പക്ഷേ ആ ആരോപണങ്ങളെല്ലാം കളവാണ് എന്നുകൂടി ആന്റണി പറയുകയാണ്. ഈ തന്ത്രി ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ചു എന്ന് പറയുന്നു. പക്ഷേ ആ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമ തന്നെ പറയുന്നു തന്ത്രി ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല എന്ന്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ തനിക്ക് നേരെ കൂടി ഉന്നയിക്കപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആന്റണി പറഞ്ഞു വെക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ NM രാജു പറഞ്ഞ 2 കോടി രൂപയുടെ കണക്കിൽ അതിലൊരു വ്യക്തത വരുത്താൻ ആന്റണി ഈ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച വീഡിയോയിലും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും എത്ര രൂപ തനിക്ക് ലഭിച്ചെന്നും എത്ര തിരിച്ചു കൊടുത്തെന്നും പറയാൻ ആന്റണിക്ക് സാധിച്ചിരുന്നില്ല. ഈ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലും അതില്ല. കമന്റ് ബോക്സ് പൂട്ടിവെച്ചുകൊണ്ടായിരുന്നു ആന്റണി ഫേസ്ബുക്കിൽ ഈ വീഡിയോ പങ്കുവച്ചത്. KP ഉദയഭാനു തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച KP ഉദയഭാനുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആന്റണി പറഞ്ഞു വെക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള നിയമ നടപടികളെ എല്ലാം തന്നെ ായിരുന്നു ഉദയഭാനുവിന്റെ പ്രതികരണം. ഈ വീഡിയോ പങ്കുവച്ചതിന് ശേഷം KP ഉദയഭാനു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എത്ര രൂപ വാങ്ങിയെന്നോ എത്ര രൂപ തിരിച്ചു കൊടുത്തു എന്നോ ആന്റണി പറയുന്നില്ല. പണം എങ്ങനെയാണ് വാങ്ങിയത് എന്നും പറയുന്നില്ല. എങ്ങനെ തിരിച്ചു കൊടുത്തെന്നും പറയുന്നില്ല. ഇതിലെല്ലാം തന്നെ ഒരു മറുപടിയും വ്യക്തതയും വേണം. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ തന്ത്രിയുടെ പണമുണ്ടെന്ന് ആദ്യം പറഞ്ഞത് SIT ആണെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് ഉദയഭാനു. സംഗീത, ശരി ശ്രീരാജ്.